എൻ്റെ പേര് സീത. ഞാൻ അടിമലത്തുറയിൽ നിന്ന് വരുന്നു. എൻ്റെ മൂന്നാമത്തെ മോക്ക് നല്ല വയറുവേദനയും ഛർദിലായിരുന്നു. ഒരു മാസത്തിലധികം വയറുവേദന കുറവില്ലായിരുന്നു. അപ്പം ഞാൻ ആദ്യം പുല്ലുള്ള ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോയിരുന്നു. അപ്പം അവിടെ പോയിട്ടും കുറവില്ലാത്തതുകൊണ്ട് പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോയി, അനുപമ ഹോസ്പിറ്റൽ. അവിടെ പോയി ഒരു ദിവസം കിടന്ന് ടെസ്റ്റൊക്കെ എടുത്ത ഛർദിൽ എന്ത് കഴിച്ചിട്ടും ഉള്ളിലൊന്നും പോകുന്നില്ല. ഛർദിലും വയറുവേദനയായിട്ട് ഭയങ്കര നിലവിളി, കരച്ചിലും തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തത്തില്ല. ആ രീതിയിൽ ഭയങ്കര വെപ്രാളം നിലവിളിയായിരുന്നു. അങ്ങനെ അവിടെ ആശുപത്രിയിൽ ടെസ്റ്റൊക്കെ എടുത്ത് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടും ഒരു കുഴപ്പവുമില്ല അതിൽ. അങ്ങനെ ട്രിപ്പൊക്കെ ഇട്ട് ഇഞ്ചക്ഷനൊക്കെ ഇട്ട് പിന്നെ ഇനി വീട്ടിൽ വിട്ട് പിന്നെ രാത്രിയായപ്പോൾ ഇനിയും കൂടുതലായി. അങ്ങനെ ഞങ്ങൾ ഇനി അവിടെ തന്നെ തിരിച്ച് രാത്രി കൊണ്ടുപോയിട്ട് സ്കാനിങ് എഴുതി തന്നു. പിറ്റേന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒരിടത്തും സ്കാനിങ് ചെയ്യാനുള്ള സൗകര്യം ഇല്ലായിരുന്നു. പിന്നെ ഞാൻ അന്ന് തന്നെ നിംസ് ഹോസ്പിറ്റലിൽ പോയി പ്രത്യേകിച്ച് അഡ്മിഷൻ എടുത്ത് അവിടെ പോയി സ്കാനിങ് ചെയ്തു കുഞ്ഞിനെ കൊണ്ടുപോയി. അപ്പം അന്ന് സ്കാനിങ് ചെയ്തിട്ട് തിരിച്ച് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ അതിലൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു കൊച്ചിന്. പക്ഷെ ഇവക്കാണെങ്കിൽ ഛർദിലും വയറുവേദനയും നിവർന്ന് നിൽക്കുന്നില്ല, ഭയങ്കര നിലവിളിയൊക്കെ ആയിരുന്നു. സ്കാനിങ്ങിൽ ഒരു കുഴപ്പമില്ലാത്തതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ് ഈ പീഡിയാട്രീഷ്യനെ കാണിക്ക് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടെ തന്നെ പീഡിയാട്രീഷ്യനെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിലൊന്നും നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല, നെയ്യാറ്റിൻകര കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നെയ്യാറ്റിൻകര കൊണ്ടുപോയപ്പോൾ ഡോക്ടർ ആ റിസൾട്ട് എല്ലാം നോക്കിയിട്ട് പറഞ്ഞ് ഇതിൽ ഒരു കുഴപ്പവുമില്ല, പിന്നെ എന്തായിരിക്കും അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ അഡ്മിറ്റായി 2-3 ദിവസം കിടന്നിട്ട് ഇഞ്ചക്ഷൻ ഇട്ട് ട്രിപ്പൊക്കെ ഇട്ടിട്ട് അവൾക്കൊന്നും കഴിക്കാൻ പറ്റില്ല. എന്ത് കഴിച്ചാലും വയറുവേദന, ഉടനെ ഛർദില്. അപ്പം 2-3 ആഴ്ച ആവുന്നു. അപ്പോഴത്തേക്കും അവിടെ കൊണ്ട് 2-3 ദിവസം കിടന്നിട്ടും ഒരു കുറവുമില്ല. പിന്നെ അവിടെ നിന്ന് SIT-യിലോട്ട് വിട്ടു. അങ്ങനെ SIT-യിൽ പോയി രാവിലെ ഞാൻ വെളുപ്പിലെ ഇവിടെ നിന്ന് പോയി. അവിടെ പോയി ഡോക്ടർ എല്ലാ ടെസ്റ്റും ഒന്നുകൂടെ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ തന്നെ എല്ലാ ടെസ്റ്റും ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, സ്കാനിങ് ചെയ്തു, എക്സ്റേ എടുത്തു, TT സ്കാൻ എടുക്കുക. എമർജൻസി ആയിട്ട് അവർ തന്നെ ആംബുലൻസിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി TT സ്കാൻ എടുത്തു. അതെല്ലാം കൊണ്ടുപോയി കാണിച്ചിട്ടും അതിലൊന്നും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. അപ്പോൾ ആകെ ടെൻഷനായി. എന്നിട്ട് അവിടെ കിടക്കാൻ പറഞ്ഞു, എന്താണെന്ന് നോക്കാം. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അച്ഛനെ വിളിച്ച് പറയുന്നുണ്ട്, അച്ഛാ കൊച്ചിനൊട്ടും കുറവില്ല, ഛർദിലാണെങ്കിൽ നിൽക്കുന്നില്ല, അവള് ഛർദിലും നിലവിളിയെന്ന് പറഞ്ഞ. അപ്പം അച്ഛൻ പറഞ്ഞ് പ്രാർത്ഥിക്കാം, പേടിക്കണ്ട, നമുക്ക് ഇവിടെ കുരിശുമലയിൽ ധ്യാനമുണ്ട്, 3 പിള്ളേരെയും കൊണ്ട് പോരെന്ന് പറഞ്ഞിരുന്നു. അപ്പോഴന്ന് അവിടെ അഡ്മിറ്റായി, ഡോക്ടർ അഡ്മിറ്റ് ചെയ്തു. പക്ഷെ അവിടെ കിടന്ന് ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് വേദനയില്ല, ഛർദിലുമില്ല, ഒരു കുഴപ്പവുമില്ല, രോഗം ഒരു വിവരണമൊന്നുമില്ല, എല്ലാ ടെസ്റ്റിലും ഒന്നും കുഴപ്പമില്ല. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞ് ഇവിടെ 2 ദിവസം കിടക്കാൻ നോക്കാം, എന്നാൽ മരുന്നൊന്നും ആ സമയം എടുക്കുന്നില്ല. 2 ദിവസം SIT കിടന്നിട്ട് അങ്ങനെ 3-ൻ്റെ അന്ന് ഒരു കുഴപ്പമില്ലാത്തതുകൊണ്ട് വീട്ടിൽ വിട്ടു. വീട്ടിൽ വന്നിട്ട് പിറ്റേന്നായപ്പോൾ അവൾക്ക് ഇനിയും തുടങ്ങി വയറുവേദനയും ഛർദിലും. അപ്പം ഇത് എന്താണെന്ന് അറിയാൻ ഭയങ്കര വിഷമായിരുന്നു. ഇനി ഞാൻ ഇവിടെ കൊണ്ടുപോകാൻ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത് SIT ആണല്ലോ. അപ്പം അവർ പറഞ്ഞിരുന്നത് ഇനി കുഴപ്പമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് ഇനി ഇവളൊന്നും കഴിക്കത്തില്ല, പേടിച്ചിട്ട് എന്ത് കഴിച്ചാൽ അപ്പം വയറുവേദനയും ഛർദിലും. അത് ഭയങ്കര വെപ്രാളം പോലെ കരയുന്നത്. അപ്പം അത് കാണുമ്പോൾ നമുക്ക് വെപ്രാളം എടുക്കും. അപ്പം അതിനുശേഷം ഇവിടെ കഴിഞ്ഞ മാസം കുരിശുമല ഇവിടെ വന്നപ്പോൾ 3 പേരെ ഞാൻ കൊണ്ടുവന്നിരുന്നു. പച്ച പറഞ്ഞ് പ്രാർത്ഥിച്ച് വയറുവേദന മക്കളെ സുഖപ്പെടുന്നു. അങ്ങനെ എൻ്റെ 3 മക്കൾക്കും വയറുവേദന വരാറുണ്ട്. അങ്ങനെ വന്ന് പ്രാർത്ഥിച്ച് 3 പേരും അന്ന് പ്രാർത്ഥിച്ചായിരുന്നു. പക്ഷെ അതിനുശേഷം 3ാമത്തെ ആൾക്ക് ഛർദിലോ വയറുവേദന അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം അവള് പഴയതുപോലെ നന്നായിട്ട് ആഹാരം കഴിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ അത് ദൈവം അവളെ തൊട്ട് സുഖപ്പെടുത്തിയത് ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുന്നു. കഴിഞ്ഞ മാസം കൂടെ നടന്നപ്പോൾ സന്ദേശം നൽകിയതായിരുന്നു.